ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 അക്കൗണ്ടൻസി എക്സാം ആണ് നാളെ. 2 സബ്ജക്റ്റ് എക്സാം ഉള്ള കുട്ടികളുണ്ട് നമുക്കിടയിൽ. അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും മോഡൽ എക്സാം. നമുക്കിപ്പോൾ എക്കണോമിക്സ് എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അപ്പോൾ നാളത്തെ അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഒരു 30 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, തിയറീസ് ഒക്കെ കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം വിത്ത് എന്താ പറയുക, ജേണൽസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടും കേട്ടോ. ജേണൽ എൻട്രിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണാം. ഇതിൻ്റെ പ്രോബ്ലംസ് പഠിക്കുക, അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഒപ്പം 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടാവും. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ളത് ഷുവറാണ്. ഡബിൾ പാസ്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ AFS മാറ്റി നിർത്തി ബാക്കി 40 മാർക്കിൽ 30ൻ്റെ എബവ് കിട്ടുന്നുള്ള കാര്യം മിസ്സിന് ഉറപ്പാണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡുകാർ കുറച്ച് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൗച്ചേഴ്സ്, കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം വീഡിയോ. അതുപോലെ തന്നെ കുറച്ച് AFSലത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടി പഠിച്ചാൽ നാളത്തെ മോഡൽ എക്സാം നമുക്ക് എങ്ങനെയും പാസ്സാവാം, ഡബിൾ പാസ് വാങ്ങാം. ദാറ്റ്സ് ഷുവറാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇക്വേഷൻസും നല്ല രീതിയിൽ പഠിക്കുക. ജേണൽ എൻട്രീസ് ആണ് നമ്മൾ കൂടുതൽ കുഴപ്പിക്കുക. ഇപ്പം ജേണൽ എൻട്രിയുടെ വീഡിയോ ഒക്കെ മിസ് പിന്നാലെ ഇടുന്നുണ്ട്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ളതെല്ലാം ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഇന്നലെ ഒരുപാട് കുട്ടികൾ ബാച്ചിനെ കുറിച്ച് ചോദിച്ചിരുന്നു. നമ്മൾ എല്ലാ സബ്ജക്റ്റും കൂടിയിട്ട് 500 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത്. 500 റുപ്പീസ് എല്ലാ സബ്ജക്റ്റുകളും, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ്, ബിസിനസ് സ്റ്റഡീസ്. അക്കൗണ്ടൻസിയിലെ AFSും ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ചെറിയൊരു ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. എല്ലാം 500 രൂപയ്ക്ക്. ക്രാഷ് ബാച്ചുകളും മോഡൽ എക്സാമിന് ശേഷം, അതായത് നമ്മുടെ ഈ മോഡൽ എക്സാമിന് ശേഷം നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കും. ഒപ്പം തന്നെ ഷുവർ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ മോഡൽ എക്സാമിൻ്റെ ഒരു 1 വീക്കിലുണ്ടാവും. അത് ലൈവ് ക്ലാസ്സസ് ആണ്. ഈ കഴിഞ്ഞ ക്രാഷ് ബാച്ചിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണെച്ചെങ്കിൽ നിങ്ങൾക്ക് വേണം. അതായത് ഈ മോഡൽ എക്സാം മാത്രമല്ലല്ലോ നമുക്കുള്ളത്, ഇതൊരു ട്രയൽ എക്സാം അല്ലേ. നമുക്ക് മെയിൻ എക്സാം എന്താണ്, ഫൈനൽ എക്സാം മാർച്ചിലാണ് അല്ലേ. ആ ഒരു ദിവസത്തിൽ ഒരുപാട് ഗ്യാപ്പൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഓരോ എക്സാം കഴിഞ്ഞിട്ടും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ജോയിൻ ചെയ്യണം വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ, മിസ്സിൻ്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, 7907664610 നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ആദ്യം നിങ്ങളുടെ മിസ് ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയത് നമ്മൾ തിയറി ഉള്ള ക്ലാസ്സിൽ അല്ലെങ്കിൽ തിയറിയുടെ ഒരു ചാപ്റ്ററിൽ വീഡിയോയിൽ മിസ് പറയുന്നുണ്ട്. അതിൽ നിന്ന് പഠിച്ചാലും മതി. നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഡബിൾ പാസ് വേണം അല്ലെങ്കിൽ ഒരു 30 മാർക്ക് എനിക്ക് കിട്ടണം എന്നുള്ളവർ എന്ത് ചെയ്യാം, ആദ്യം ഈ ഡിഫറൻസസ് പഠിക്കാം. ഏതൊക്കെയാണ്? ഫിക്സഡ്, ഫ്ലക്ച്വേറ്റിംഗ്, നമ്മളെ ഡിഫറൻസ്, റിവാലുവേഷൻ, റിയലൈസേഷനും, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമും ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പും നമ്മളുടെ ഡിഫറൻസ് പഠിക്കാം. പിന്നെ റൂൾസ് എന്ന് പറയുമ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം 6%. അതാണ് റൂൾസ് കേട്ടോ. ഗുഡ് വില്ലും ഫാക്ടേഴ്സും പഠിക്കുക. റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ പഠിക്കുക. സർക്കംസ്റ്റാൻസസ് വെൽ ഗുഡ് വിൽ ഈസ് വാല്യൂ. ഇത്രയും തിയറീസ് പഠിക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം കേട്ടോ. ചോദ്യം വായിക്കുന്നു, മിസ് ആൻസർ വായിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഓരോ ചോദ്യങ്ങളും മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അറിയേണ്ടത്. ഇത് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം 3 മാർക്കാണ് കേട്ടോ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. The profit earned by a business last 4 years were 90,000, 80,000, 1,20,000 and 1,10,000. Normal rate of return 8%. Calculate goodwill by capitalization of average profit. അതായത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. നമ്മളെല്ലാവരും പഠിക്കുക ഏവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് മാത്രമാണ്. പക്ഷെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. 3 മാർക്കിന് ചോദിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾ നന്നായി പഠിക്കാം. AFS കുട്ടികൾക്ക് മാക്സിമം എളുപ്പമുള്ള പേപ്പറായിട്ട് 80 മാർക്കിൻ്റെ പേപ്പറാണ് വരിക. ഇവർക്ക് ടഫായിരിക്കും, പക്ഷേ 60 മാർക്കിൻ്റെ പേപ്പർ. ഇതിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നമ്മൾ ഗുഡ്വിൽ എങ്ങനെ കാണാമെന്നറിയോ? ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. സോറി, ഇതിലെ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ചോദ്യത്തിൽ ഇതിൽ നെറ്റ് അസറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. നെറ്റ് അസറ്റ് ഇസ് വാല്യൂഡ് അറ്റ് 9 lakh കേട്ടോ. മിസ് അത് എഴുതാൻ വിട്ട പോയതാണ്. ഓക്കെ, ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ളത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. വേഗം പഠിച്ചു നോക്കി. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിസിനസ്, നമ്മുടെ ക്രാഷ് ബാച്ചിലെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് ഇതിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് തന്നിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക? ഇങ്ങനെയാണ് ഇക്വേഷൻ പഠിക്കുന്നത് കേട്ടോ. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര ടോട്ടൽ പ്രോഫിറ്റ്? 90,000 പ്ലസ് 80,000
പ്ലസ് 1,20,000 പ്ലസ് 1,10,000 ഡിവൈഡഡ് ബൈ 4, 4 വർഷത്തെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്, നിങ്ങൾ മിസ്സിൻ്റെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. മിസ് ഇങ്ങനെ സ്പീഡിൽ നിങ്ങൾക്ക് നാളത്തേക്കുള്ള കുറച്ചും കൂടി തരേണ്ടി വെച്ചിട്ട് സ്പീഡിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത ഒരിക്കലും മെത്തേഡൊന്നും ഡിഫറെൻ്റ് ആവില്ല. നമ്മൾ മാക്സിമം ഒരേപോലെ തന്നെ ചെയ്യാം. വല്ല സീറോസ് കൂടെ പ്ലസ് മൈനസ് ആവാം. എക്കണോമിക്സിൽ ഒരു പ്ലസ് മൈനസ് ആയിരുന്നു പ്രോബ്ലത്തിൽ, ഫസ്റ്റ് പ്രോബ്ലം തന്നെ. അതൊരു കുട്ടി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റിൽ അറിയിക്കാം. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എങ്ങനെ കിട്ടാമെന്നറിയോ? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു, ഇതൊക്കെ പഠിക്കണം, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/8. ഈ 8 എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് റിട്ടേൺ കേട്ടോ. അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണ്. 1 lakh ഇൻറ്റു 100/8 ചെയ്താൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. അപ്പോൾ 4 lakh ആണ്. 1 lakh ഇൻറ്റു 100/8. അപ്പോൾ 12,50,000 ആണ് നമുക്ക് കിട്ടുക. 1 lakh അല്ല, 12,50,000 ആയി നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഓക്കെ, ഇനി ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസെറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 12,50,000 മൈനസ് 9 lakh കംസ് ടു റുപ്പീസ് 3,50,000 ആണ് വരിക കേട്ടോ. മൈനസ് 9 lakh. ഓക്കെ, ചെയ്ത് നോക്കിയതാണ്. അപ്പം എല്ലാവരും പഠിക്കാട്ടോ. 3 മാർക്കിന്റെ ഇക്വേഷൻസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മിസ്സിന്റെ പോലൊക്കെ സീറോസ് കൂടുതലാവുക കുറവാവുക അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കത് കുറച്ചെങ്കിലും പകുതി മാർക്കെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. മോഹൻ ഈസ് എ പാർട്ട്ണർ ഓൺ 1st April 2017. His capital account showed a balance of ₹5 lakh. He had withdraw 50,000 from his capital on 1st July. Calculate amount of interest on capital at 6% for the year ended 31st March. ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് വിഡ്രോയിങ് ഒക്കെയാണ്. അപ്പം നമ്മൾ മോഹൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 lakh ആണ്. വിഡ്രോ ചെയ്തത് 50,000 ആണ് ഓൺ 1st July. അപ്പം നമുക്കിവിടെ എന്ത് മതി? വിഡ്രോ ചെയ്യാണ്. വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ പകുതി മാസം കുറച്ച് കാണാം. അപ്പോൾ 12 മാസത്തിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ മതി. 12 മാസത്തിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അക്കൗണ്ടിങ് ഇയർ എവിടെയാണ്? ഏപ്രിൽ മാസം മുതൽ മാർച്ച് വരെയാണ് അക്കൗണ്ടിങ് ഇയർ. ഇനി ഫസ്റ്റത്തെ ഏപ്രിൽ മാസം മോഹൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പം 5 ലക്ഷം അത് എന്ന് വരെ ഉണ്ടായിരുന്നു? 1st July വരെ ഉണ്ടായിരുന്നു. 1st July എന്ത് സംഭവിച്ചു? 1st July വിഡ്രോ ചെയ്തു. 50,000 രൂപ വിഡ്രോ ചെയ്തു ഈ 5 ലക്ഷത്തിന്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 4.5 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ കേട്ടോ. 4.5 ലക്ഷം രൂപ. ഇത്രയും മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ഈ 5 ലക്ഷം രൂപ നമുക്ക് എത്ര മാസം ഉണ്ടായിരുന്നു? ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. ജൂലൈ മുതൽ നമ്മളതിൽ എത്ര മാസം ഉണ്ടായിരുന്നു? ജൂലൈ മുതൽ കംപ്ലീറ്റ് മാർച്ച് വരെ നമ്മളിൽ എത്ര രൂപയുള്ളത്? 4,50,000. അത് എത്ര മാസം ഉണ്ടാവും? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസം. ഇപ്പോൾ കണ്ടോ, 12 മാസം കണക്കായാലേ. 9 മാസം 3 മാസമായിട്ട് 12 മാസം. ഇത് ഫസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിത് രണ്ടും കൂടിയിട്ട് ടോട്ടൽ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഏപ്രിൽ ഫസ്റ്റത്തെ എമൗണ്ട് കണ്ടുപിടിക്കുക. ഏപ്രിലെ എമൗണ്ട് 5 lakh ഇൻറ്റു 6% ഇൻറ്റു 3 മാസത്തിന് കണ്ടാൽ മതി. അപ്പോൾ 3/12 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? 7,500 രൂപയാണ് കിട്ടുക. ഇനി രണ്ടാമത്തെ സെക്ഷന് 4.5 ലക്ഷം രൂപ കയ്യിലുള്ള എമൗണ്ടുമ്മ കാണാം കേട്ടോ. അല്ലാതെ കുറഞ്ഞ എമൗണ്ടുമ്മ ചില കുട്ടികളെ 50,000 കണ്ടിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യും. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്. 6% ഇൻറ്റു ഇത് 9 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20,250 രൂപയാണ് വരിക. ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടോ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയും കൂടി ഉണ്ട്. ഇതാണ് ഏറ്റവും ബെറ്റർ. മിസ്സിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കയ്യിൽ എത്ര മാസം എത്ര രൂപ ഉണ്ടായിരുന്നു വെച്ചാൽ ആ മാസം കണക്ക് എഴുതി വെച്ച് 12 മാസം ആവാൻ പാടുള്ളൂ കേട്ടോ. ആ 12 മാസത്തിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇങ്ങനെ കണ്ടുപിടിക്കണം ഏറ്റവും നല്ലത്. കുറച്ച് പേര് എന്താ ചെയ്യാന്നറിയോ? ഈ ഒരു 5 ലക്ഷത്തിന് ഒരു കൊല്ലം മൊത്തം കണ്ടുവെക്കും 12 മാസത്തിന്. പിന്നെ 50,000 പിന്നുള്ള മാസത്തെ കണ്ട് കുറയ്ക്കും. അതിനേക്കാൾ നല്ലത് എത്ര മാസം നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം.
ഓക്കെ, ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് കളയാൻ പാടില്ലേ. അടുത്തത്, മീര, രാധ, രജനി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:2. രാധ ഡെഡ് ഓൺ 30th September. Calculate share of profit up to Radha from the 1st April up to her date of death on the basis of average profit of last 3 years. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെത്ത് പാർട്ട്ണറുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാ? അതൊക്കെ നമ്മൾ ആദ്യം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യം നോക്കി വയ്ക്കാം. മീര, രാധ, രജനി. രാധയാണ് ഡെഡ് ആയത്. അപ്പൊ രാധയുടെ ഷെയർ എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. രാധയുടെ ഷെയർ 4:3:2 ആണ് ഷെയർ. അതിൽ രാധയുടെ ഷെയർ ഏതാ? രാധ രണ്ടാമത്താണ് അല്ലേ. അപ്പൊ 3/9. 4 7 + 12 എന്ന് പറഞ്ഞാൽ 3/9 ആണ് രാധയുടെ ഷെയർ. ഇനി രാധയുടെ ഡെഡ് സംഭവിച്ചിരിക്കുന്നത് എന്നാ? 30th September ഡെഡ് സംഭവിച്ചിരിക്കുന്നത്. 1st April മുതലാണ് രാധ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? മാർച്ചിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1st April സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ 30th December വരെ. അപ്പൊ എത്ര മാസം രാധ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കുക. ഇതാണ് അപ് ടു ഡേറ്റ്. ഇത് ആദ്യം കണ്ടുപിടിക്കണം, ആളുടെ ഷെയറും ആളുടെ മന്തും. അപ്പോൾ ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. എത്ര മാസം കംപ്ലീറ്റ്? സെപ്റ്റംബർ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം 6 മാസം കംപ്ലീറ്റ് ആളവിടെ ഉണ്ടായിരുന്നു. 6 മാസം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ജേർണൽ എൻട്രി ചെയ്താൽ. ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് പ്രോഫിറ്റ് മേലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റിനെ ഇത് 3 കൂടി കൂട്ടുക. 1,20,000 പ്ലസ് 18,000 പ്ലസ് 17,000 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് തന്നിട്ട് നമ്മളോട് ജേർണൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റിൻ്റെ ഡിവൈഡ് ബൈ 3 90,000 ആണ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി രാധയുടെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? രാധാ ഷെയർ എങ്ങനെയാണ്? ഈ പ്രോഫിറ്റ് ഇൻറ്റു രാധയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3/9 ഇൻറ്റു എത്ര മാസം ഉണ്ടായിരുന്നു? 6 മാസം. അപ്പോൾ 6/12. ഇതാണ് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മാസം ഉണ്ടായിരുന്നു അത് മാത്രം. 19,000 ഇൻറ്റു 3/9 ഇൻറ്റു 6/12 15,000 ആണ് രാധയുടെ അപ് ടു ഡേറ്റ്. ഇതിന്റെ ജേർണൽ എൻട്രി എന്താ വരികയെന്നറിയോ? ഇങ്ങനെ പകുതിക്ക് ഇറങ്ങിപ്പോണ പാർട്ട്നേഴ്സ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ജേർണൽ എൻട്രി നിങ്ങൾ പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. ജേർണൽ മിസ് ഇവിടെ എഴുതുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. ഡെപ്റ്റർ 15,000 ടു രാധാസ് ക്യാപിറ്റൽ. ഇങ്ങനെ എഴുതലാണ് ഈ 3 മാർക്ക് ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. 15,000 0 കൂടി. നരേഷന് ഏതാ? രാധയുടെ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ് കൊടുത്തു. അപ്പൊ ഇതിന് നമ്മൾ രാധയുടെ ഷെയറും രാധ എത്ര മാസം ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചിട്ട് ഇതിലിപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇയർ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം റയർ പീസ് ആണ്, അതുകൊണ്ടാണ് മിസ് എടുത്തത്. പ്രവീൺ, മനോജ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വലി. ക്യാപിറ്റൽസ് തന്നിട്ടുണ്ട്, റിസർവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലൈബിലിറ്റീസ് ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ട്. അവർ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. അസറ്റ് വിറ്റ കാശ് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിളും ഡിസ്കൗണ്ടിൽ കൊടുത്തു എന്നും തന്നിട്ടുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസസ്. നമ്മളോട് ബാലൻസ് ഷീറ്റും റിയലൈസേഷൻ അക്കൗണ്ടും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം തോന്നാം, എന്തിനാണ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുന്നത്? ബിക്കോസ് ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ, ഇവിടെ നമുക്ക് ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ തന്നിട്ടില്ല. ഫിക്സ്ഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, ഫിക്സ്ഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ തന്നിട്ടില്ല. അതിനാണ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുന്നത്. ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ വരാറില്ല. ഡിസൊല്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക, എന്നിട്ട് റീവാലുവേഷൻ തയ്യാറാക്കുക. കാരണം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കുന്ന നമുക്ക് ഒരു അസറ്റ് അക്കൗണ്ട് വേണ്ട, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. സോ ആദ്യം മിസ് ബാലൻസ് ഷീറ്റ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അതാതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാലൻസിങ് ഫിഗറായി കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഫിക്സഡ് അസറ്റ്. ബാലൻസ് ഷീറ്റ് നമുക്ക് ആദ്യം എഴുതാം. ബാലൻസ് ഷീറ്റിൽ തന്ന ഐറ്റംസ് ഒക്കെ വേഗം കൊടുക്കാം.
ഏതൊക്കെയാണ് തന്ന ഐറ്റംസുകൾ? നമുക്ക് തുടക്കത്തിൽ തന്ന എല്ലാ കാര്യങ്ങളും, അതായത് പ്രവീണിൻ്റെയും മനോജിൻ്റെയും ക്യാപിറ്റലൊക്കെ എഴുതാം. ക്യാപിറ്റൽ സൈഡിൽ ക്യാപിറ്റൽ പ്രവീണിൻ്റെ 1,60,000 ആണ്. മിസ് റഫായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങളത് നന്നായി വരച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. മനോജിൻ്റെ 1,50,000. ഇനി ഇവർക്ക് റിസർവ് ഉണ്ടെന്ന് പറഞ്ഞാൽ റിസർവ് അതേപോലെ എഴുതാം. റിസർവ് 40,000. പിന്നെ ലൈബിലിറ്റീസ് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ നമുക്ക് 60,000 ആണ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് 2,40,000 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാഷ് തന്നിട്ടുണ്ട്, നമുക്ക് ക്യാഷ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് എത്രയാണ്? ക്യാഷ് 15,500 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് കണ്ട, പിന്നെ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്നത് നമ്മുടെ അസറ്റ് വിറ്റതാ. അപ്പൊ നമുക്ക് അസറ്റിന്റെ വാല്യൂടെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം എന്ത്? അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് നമ്മൾ ലൈബിലിറ്റീസ്, ഇവിടെയാണ് നമ്മുടെ അസറ്റ്. ഇനി എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ ചെയ്യാം. ഈ സൈഡ് ടോട്ടൽ ചെയ്യുക, ഈ സൈഡിൽ നമുക്കറിയാം ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് അറിയാം. ആ സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. 1,60,000 പ്ലസ് 1,50,000 പ്ലസ് 40,000 പ്ലസ് 16,000 പ്ലസ് 2,24,000. അപ്പം 3,90,000 വരും. അതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യാം, നമ്മുടെ ക്യാഷ് എമൗണ്ട് മൈനസ് ചെയ്യാം. -15,500 3,74,500. ഇതാണ് ഫിക്സ്ഡ് അസറ്റ്. ഈ ഫിക്സ്ഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ തരാത്തത് കൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചത്. തന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇനി റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ്? ഒരേ ഒരു എമൗണ്ട് കോളം കൊടുക്കുക. ഒരേ ഒരു എമൗണ്ട് കോളം കൊടുത്തിട്ട് ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള കാര്യങ്ങളൊക്കെ അസറ്റ് സൈഡിലേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. ദെൻ ലൈബിലിറ്റീസ് അസറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. അസറ്റ് സൈഡ് അല്ല, സോറി. നമ്മളിവിടെ ആദ്യം ടു അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ 3,74,500. ഇവിടെ നമ്മൾ ബൈ ബിൽസ് പേയബിൾ കൊടുക്കുക 16,000, ബൈ ക്രെഡിറ്റേഴ്സ് കൊടുക്കുക 2,40,000. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് എഴുതുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഇതൊക്കെ എഴുതാം. നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഇവിടെ 24,000 ആണ് കേട്ടോ വരുന്നത്. 24,000 ആണ്, 2,40,000 അല്ല, 24,000 ആണ്. ഓരോ സീറോസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. മിസ് ഇവിടെ സീറോസ് നന്നായി ശ്രദ്ധിക്കണം. ഒരു സീറോസ് ഒന്നും ആഡ് ചെയ്യരുത്. ക്രെഡിറ്റേഴ്സ് എഴുതി, ബിൽസ് പേയബിൾ എഴുതി. ഇത് നമ്മൾ ഈ അസറ്റ് വിറ്റിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ 3,66,000 കിട്ടിയിട്ടുണ്ട്. അതവിടെ എഴുതി. ഇനി നമുക്ക് ഈ ബിൽസ് പേയബിൾ അവർ വിറ്റിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബിൽസ് പേയബിൾ അവർ കൊടുത്തിരിക്കുന്നത് 10% ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും 10% ഡിസ്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിൽസ് പേയബിൾ എത്രയാണ്? 60,000ൻ്റെ 10% മൈനസ് ചെയ്യാം. അപ്പോൾ 60,000 10% മൈനസ് ചെയ്ത് നമുക്ക് 44,000 ആണ് വരിക കേട്ടോ. 60,000ൻ്റെ 10% 6,600 ആണ്. അത് മൈനസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രെഡിറ്റേഴ്സും നമ്മൾ 10% ലെസ്സിലാണ്. അപ്പോൾ 10% ലെസ്സിൽ നമ്മൾ കൊടുക്കുമ്പോൾ 24,000ൽ നിന്ന് 2,04,000 ആണ് നമുക്ക് മൈനസ് ചെയ്ത് വരിക. അപ്പോൾ 21,600 ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തു, ക്രെഡിറ്റേഴ്സ് കൊടുത്തു. പിന്നെ നമുക്ക് റിയലൈസേഷൻ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് എത്രയാണ്? എമൗണ്ട് 1,500 ആണ് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്തെങ്കിലും എഴുതാത്തുണ്ടോ നോക്കുക. റിസർവുകളൊക്കെ നമ്മൾ ഓൾറെഡി പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. 4,12,000 ആണ് എമൗണ്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ലോസ് ആണ് സംഭവിക്കുക. ഇവിടെ നിന്ന് ഈ എമൗണ്ട് ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,000 ആണ് നമുക്ക് വരിക. 24,000, 16,000, 3,60,000 നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് വിധിച്ചു കൊടുക്കുക. 2 പാർട്ട്നേഴ്സ് ആണുള്ളത്, പ്രവീണും മാധവും. അത് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. 6,000 ആണ്, ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. സോ ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് 5 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യുക, അതുപോലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യണേ, നമ്മൾ ഈ ഒരു ഫിക്സ്ഡ് അസറ്റ് തരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ എവ്രി വൺ. റിയലൈസേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു, ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു, സീറോസ് എമൗണ്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യനിലായി മിസ്സിന് ഇപ്പോൾ സീറോസ് മിസ്സിങ് ആവുന്നു, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ABCR പാർട്ട്നേഴ്സ്, ബി റിട്ടയർ,
ബി റിട്ടയർ ആവുന്നു. റിട്ടയർമെന്റ് സമയത്ത് 90,000 ഡ്യൂ ടു ഹിം കൊടുക്കാനുണ്ട്. ദ പാർട്ട്നേഴ്സ് ആർ പേ ഹിം ഫോർ 4 ഇയർലി ഇൻസ്റ്റാൾമെന്റ് പ്ലസ് 12% ഇൻട്രസ്റ്റ്. അപ്പോൾ 90,000 4 വർഷമായിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 90,000 4 ഡിവൈഡ് ചെയ്താൽ 22,500 ആണ് അവർ ഇയർലി കൊടുക്കുന്നത് പ്ലസ് 12% ഇൻട്രസ്റ്റ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലോൺ അക്കൗണ്ട് ആണ്. നമുക്ക് ചെയ്യാം. ഒരു ലോൺ അക്കൗണ്ട് വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ലോൺ അക്കൗണ്ട് ആദ്യം ലോൺ അക്കൗണ്ട് വരയ്ക്കണേ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ആരാണോ റിട്ടയർ സംഭവിക്കുന്നത് ആ റിട്ടയർ സംഭവിക്കുന്ന ആളുടെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ലോൺ അക്കൗണ്ട് ഫോർമാറ്റ് അറിയാത്തവർ ഒരു നോർമൽ ലെഡ്ജർ അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. ഒരു സാധാ നോർമൽ ലെഡ്ജർ അക്കൗണ്ട്. നോർമൽ ലെഡ്ജർ അക്കൗണ്ട് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. 4 വർഷത്തിലുള്ളത് വരയ്ക്കണം കേട്ടോ. ഒരു എമൗണ്ട് കോളം കൊടുക്കുക. ഡേറ്റ് കോളം മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു LF നമ്മൾ കൊടുക്കുക. ഡെബിറ്റ് ക്രെഡിറ്റ് കൊടുക്കുക കേട്ടോ. ഡെബിറ്റ് ക്രെഡിറ്റ്. ബീസ് ലോൺ അക്കൗണ്ട് നമ്മൾ ബി ആണ് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നത്. ബീസ് ലോൺ അക്കൗണ്ട്. ഇനി ഫസ്റ്റ് ഇയറിൽ ഇവിടെ ഡേറ്റ് തന്നിട്ടില്ല. ഫസ്റ്റ് ഇയറിൽ ബിക്ക് നമ്മൾ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ബൈ ബീസ് ക്യാപിറ്റൽ ബിക്ക് കൊടുക്കാനുള്ള കാശ് നമ്മൾ ആദ്യം ഇവിടെ എഴുതാം. 90,000 ആണ് ബിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബിക്ക് കൊടുക്കാനുള്ള കാശ് അവിടെ എഴുതും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ കൊടുക്കാനുള്ള ക്യാഷുമ്മ ഇൻട്രസ്റ്റ് കാണാം. 12% ആണ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഈ കൊടുക്കാനുള്ളത് കേട്ടോ 90,000 ഇൻറ്റു 12% ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 10,800 ആണ്. എന്നിട്ട് ഈ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ കൊല്ലം പൈസ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. ഈ ക്യാഷ് കൊടുക്കുമ്പോൾ 4 വർഷത്തിൽ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര രൂപയാണ്? നമുക്ക് 22,500 ആണ്. ആ 22,500 കൂടെ നമ്മൾ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് 10,800 കൂട്ടിയിട്ട് നമുക്ക് 33,300 ആണ് വരിക. ഫസ്റ്റ് ഇയറിൽ കൊടുത്തു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡാണ് കൂടുതൽ വരിക കേട്ടോ. 1,08,000 വരും. 1,08,000 വരും. ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ ഇവിടെ എഴുതുന്നു 67,500. ഇത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തിടാം. ഇതിന്മേ ഇൻട്രസ്റ്റ് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ഇൻട്രസ്റ്റ് കാണാം. ഇൻട്രസ്റ്റ് കാണുമ്പോൾ 67,500 വേണം ഇൻട്രസ്റ്റ് കാണാനായിട്ട് 12% വെച്ചിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 8,100 കിട്ടും. അതിനുശേഷം സെക്കൻഡ് ഇയറിൽ നമ്മൾ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുക. ക്യാഷ് കൊടുക്കുമ്പോൾ 22,500 നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പ്ലസ് ഈ ഇൻട്രസ്റ്റ് ആ കൊല്ലത്തിൽ ഇൻട്രസ്റ്റ് വേണം കൊടുക്കാനായിട്ടാ. ആ കൊല്ലത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 3600 ആണ് വരിക. ബാലൻസ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ ലാസ്റ്റ് ടാലി ആവുന്ന വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബാലൻസിങ് ഫിഗർ 45,000 ആണ് വരുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ. തേർഡ് ഇയർ വന്നു. നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് ഈ 99 വരയ്ക്കുമ്പോൾ നോക്കണം. 45,000 ഇതുമ്മ ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇതുമ്മ ഇൻട്രസ്റ്റ് നമ്മൾ 45,000 വേണം 12% കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 5,400 ആണ്. നമ്മൾ തേർഡ് ഇയറിൽ ക്യാഷ് കൊടുക്കുന്നു. ക്യാഷ് കൊടുക്കുമ്പോൾ 22,500 പ്ലസ് 5,400 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 27,900 വരുന്നത്. ബാലൻസ് ചെയ്യാം. 5400 വരും. നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് 22,500 ആണ് കേട്ടോ. ഇത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് 22,500. ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ. ഫോർത്ത് ഇയറിൽ ബാലൻസ് ബ്രോ ഡൗൺ. അതിൻ്റെ ഇൻട്രസ്റ്റ് ഏതിൻ്റെ ഇൻട്രസ്റ്റ്? ഈ 22,500ൻ്റെ 12% ചെയ്യുമ്പോൾ 2,700. ഫോർത്ത് ഇയറിൽ ക്യാഷ് കൊടുക്കുന്നു. 22,500 പ്ലസ് 2,700. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടാലി ആവണം. ഇവിടെ ബാലൻസിങ് ഫിഗർ വരില്ല. 25,200 തന്നെയാണ് രണ്ട് സൈഡിലും വരിക. ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 വർഷം ഉള്ളത് കൊണ്ടാണ് നമുക്ക് 4 മാർക്കിലേക്ക് പോയത്. നല്ല സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വന്നിരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. അനിൽ സുഗു ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ 3:2. ദേ അഡ്മിറ്റ് ഹരി എസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്. ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മളോട് പുതിയ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്.
ഇത് നമുക്കൊരു 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും അത് 3 മാർക്കിനുള്ളതൊന്നും ഇല്ല, ഒരു 2 മാർക്കിനുള്ളതേ ഉള്ളൂ. 3 മാർക്കിന് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ചാൽ വരിക? നമുക്ക് റിമൈനിങ് ഷെയർ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അനിലും സുഗുവിൻ്റെ പാർട്ട്ണർ ഷെയറിങ് പ്രോഫിറ്റ് അവരുടെ ഓൾഡ് ഷെയർ 3:2 ആണ്. ഹരി വരുന്നത് 1/15 ആണ്. ഇനി അനിലിൻ്റെയും സുഗുവിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം റിമൈനിങ് ഷെയർ കണ്ടുപിടിക്കുക. റിമൈനിങ് ഷെയർ എന്ന് വെച്ചാൽ ഒരു ഷെയറിൽ നിന്ന് പുതിയ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്രയുണ്ട്? 4/5 ഉണ്ട്. 1/5 ഒന്നീന്ന് 1/5 മൈനസ് ചെയ്യുക. അപ്പോൾ ഒന്നീന്ന് 1/5 എന്ന് വെച്ചാൽ 5/5 ആണ് ഒന്ന്. അതിൽ നിന്ന് 1/5 മൈനസ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് 4/5 കിട്ടും. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക? ഈ റിമൈനിങ് ഷെയർ ഇപ്പോൾ അനിലിൻ്റെ ഷെയർ കിട്ടണമെങ്കിൽ അനിലിൻ്റെ ഓൾഡ് ഷെയർ ഇൻറ്റു റിമൈനിങ് ഷെയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അനിലിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? അനിലിൻ്റെ ഓൾഡ് ഷെയർ നമുക്ക് നോക്കിയാൽ അറിയാം 3/5 ഇൻറ്റു 4/5. അപ്പോൾ എത്ര കിട്ടി? 4 × 5 3, 12 × 25 കിട്ടി. ഇതേപോലെ തന്നെ സുഗുവിൻ്റെയും കണ്ടുപിടിക്കുക. സുഗുവിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/5 ഇൻറ്റു 4/5. അപ്പോൾ നമുക്ക് 8/25 കിട്ടി. ഇനി ഇവരുടെ 3 പേരുടെയും കൂടി കാണണം അല്ലേ? 3 പേരുടെയും ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? 12/25 8/25 1/5. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ 5 ആണ്, അതിനൊക്കെ 25ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ കൺവേർട്ട് ആയല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12/25 8/25 5/25. ഇതിൽ 25കളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ 12:8:5. ഇതാണ് ഇവരുടെ ന്യൂ റേഷ്യോ. ഓക്കെ, ഇതാണ് ന്യൂ റേഷ്യോ കേട്ടോ. ചെറുതാക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും ചെറുതാക്കിയാലും 5 കറക്റ്റ്ലി പോകില്ല. അതുകൊണ്ട് നമ്മളിത് ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 2 മാർക്കിന് ന്യൂ റേഷ്യോ റിമൈനിങ് ഷെയർ തന്നിട്ട് കാണാൻ വരും കേട്ടോ. പഠിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് Anu, Beena share profit in 3:2. They admit Dini as a new partner for 1/6 share of profit of guarantee of 40,000. 4 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 40,000 as yearly minimum profit share. The net profit of the firm was rupees 1,20,000. Share of profit shown with the help of a profit and loss appropriation account. ഇവിടെ മിസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാതെ കുറേയൊക്കെ വിഴുങ്ങാൻ കാരണമൊന്നുമല്ല, വേറെ റീസണൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം ഇത് ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ് ആണ്. ഒരാൾ പുതിയതായിട്ട് പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കണം? ഒരു ഗ്യാരണ്ടി എമൗണ്ട് കൊടുക്കണം. ഇവിടെ ഗ്യാരണ്ടി എമൗണ്ട് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് 1/6 ഷെയറിന് 40,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം അവർക്ക് 1,20,000 കിട്ടി. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എത്ര രൂപ വെച്ച് കിട്ടുന്ന അപ്രോപ്രിയേറ്റ് കാണാൻ പറയും. അപ്പോൾ നമ്മുടെ പുതിയ പാർട്ട്ണറുടെ ന്യൂ പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 1/6 ആണ്. അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി എമൗണ്ട് എത്രയാണ്? നമുക്ക് നോക്കാം. ഗ്യാരണ്ടി എമൗണ്ട് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞത് 40,000 റുപ്പീസാണ്. ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, ഇവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ഇതിൽ നമ്മുടെ പുതിയ പാർട്ട്ണർ ആരാ? ന്യൂ പാർട്ട്ണർ ദിനിയാണ്. ന്യൂ പാർട്ട്ണർ കേട്ടോ, ദിനിക്ക് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് 1,20,000 ആണ്. ഇതിൽ ദിനിക്ക് എന്തായാലും 40,000 ഗ്യാരണ്ടി ആണ്. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പം ദിനിയുടെ ഷെയർ ദിനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് നോക്കി നോക്കാം. 1,20,000 ഇൻറ്റു 1/6. അതായത് നോർമലി എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? ഇത്രയേ ഉള്ളൂ, ഇൻറ്റു 1/6. ഇല്ല, ദിനിക്ക് 20,000 കിട്ടിയിട്ടുള്ളൂ. 20,000. അപ്പം ദിനിയുടെ ഡെഫിഷ്യൻസി എമൗണ്ട് എത്രയാണ്? ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഗ്യാരണ്ടീഡ് എമൗണ്ടിന്റെ മൈനസ് വാല്യൂ, മൈനസ് കിട്ടിയത് ആക്ച്വലി കിട്ടിയത് 20,000 ആണ്. അപ്പൊ ഡെഫിഷ്യൻസി എമൗണ്ട് എത്രയാണ്? 20,000. ഇത് ആര് ചേർന്ന് കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് വിരിച്ചു കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സ് ആയ അനു ആൻഡ് ബീന. ഇതെങ്ങനെയാണ് ഇവർ ഇനി 20,000 കൊടുക്കുക? ഇവരുടെ പ്രോഫിറ്റിൽ നിന്ന്, ഇവരുടെ പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്നാണ് അവർ കൊടുക്കുക. ഇവരുടെ പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്ന് ഇവരുടെ ഓൾഡ് ഷെയർ പ്രകാരം, ഓൾഡ് ഷെയർ 3:2. ചില ക്വസ്റ്റ്യനിൽ ഈക്വലി ഇവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിൽ ഈക്വലി എന്ന് പറയുകയാണെങ്കിൽ 10,000 ഒരാൾ കൊടുക്കും, 10,000 അടുത്ത ആൾ കൊടുക്കും.
ഇവിടെ അങ്ങനെ ഈക്വലിന്ന് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഓൾഡ് ഷെയർ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഓൾഡ് ഷെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഒരാളുടെ പുതിയ ക്യാപിറ്റൽ ഇത്രയാണ്, 20,000 ബാലൻസ് ഉണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സ് എന്തായാലും കൊടുത്തേ പറ്റൂ, കാരണം ഗ്യാരണ്ടി പ്രോഫിറ്റ് ആണ്, ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എമൗണ്ട് എത്രയാണ് ആദ്യം കണ്ടുപിടിക്കണം. അനുവിൻ്റെയും ബീനയുടെയും ഷെയർ. അനുവിന് എത്ര രൂപ കിട്ടുന്നുണ്ട് പ്രോഫിറ്റിൽ നിന്ന്? 1,20,000 × 3/6. ന്യൂ റേഷ്യോ വെച്ച് ചെയ്തോളൂ കേട്ടോ, 2/6. ഇവർക്ക് എത്ര കിട്ടുന്നുണ്ടോ ഇതിന് അത്രയും പോർഷൻസ്, അതായത് ഇവർക്ക് എത്ര 20,000 × 3/6, 60,000 രൂപ കിട്ടുന്നുണ്ട്. മറ്റാൾക്ക് 1,20,000 × 2/6, 40,000 രൂപയാണ് പ്രോഫിറ്റ്. പക്ഷേ ഇവർക്ക് ഈ പ്രോഫിറ്റ് മുഴുവൻ ഉണ്ടോ? ഇല്ല. ഈ 20,000 അനു എത്ര കൊടുക്കണം? 20,000 3/5 പോർഷൻ അനു. ബീന് എത്ര കൊടുക്കണം? 20,000 2/5. അപ്പോൾ ഈ 2/5 3/5 എവിടെ നിന്നാണ് കിട്ടിയ മിസ് എന്ന് ചോദിക്കുന്നവരോട് അതവരുടെ ഓൾഡ് റേഷ്യോ ആണ് കേട്ടോ. അത് മിസ്സിലൂടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾഡ് ഷെയറിൽ നിന്ന് വേണം അവർ കൊടുക്കാൻ. 12,000 ഒരാളും കൊടുക്കണം, ബാക്കി 8,000 ഉള്ളൂ. എന്നാൽ മിസ്സിന് കണക്കൂട്ടിയതാണ് കേട്ടോ. 8,000 ഒരാളും കൊടുക്കണം കേട്ടോ. ഇത് ഇവരുടെ പ്രോഫിറ്റിൽ നിന്ന് -12,000 ഡെഫിഷ്യൻസി എമൗണ്ട് -8,000. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 52,000 ഒരാൾക്ക് കിട്ടും. 60,000 നിന്ന് ഡെഫിഷ്യൻസി ക്യാപിറ്റൽ എമൗണ്ട് ശരിയാണോ നോക്കട്ടെ കേട്ടോ. 1,20,000 × 3/6. ഓക്കെ, ഈ 60,000 നിന്ന് 12,000 മൈനസ് ചെയ്ത് 48,000 ആണ് ആക്ച്വലി ഇവരുടെ ഷെയർ. ഇത് 32,000 ആണ്. ഇത് ഇങ്ങനെ വർക്കിംഗ് നോട്ടിൽ കാണിച്ചാൽ പോരാ. എന്താണ്, എത്രയാണ് ഗ്യാരണ്ടി, എനിക്ക് എത്ര കിട്ടി, അതിലെത്ര കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ളത് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ കൊടുക്കണം. അത് അവർ ആ എമൗണ്ട് കൊടുക്കുക ഇവരുടെ പ്രോഫിറ്റിൽ നിന്നാണ്. ഇത്രയുള്ളൂ കഥ. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ പ്രോഫിറ്റുകളൊന്നും അങ്ങോട്ട് തെറ്റാൻ പാടില്ല. നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരേ എമൗണ്ടുകളെ മതി കേട്ടോ. ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ കാണിക്കണം. ജസ്റ്റ് നമ്മൾ ഇതും വർക്കിംഗ് നോട്ട് മാത്രമല്ല വേണ്ടത് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ഇതിൽ കാണിക്കണം എത്ര രൂപ കിട്ടി, എത്ര രൂപ ഇവർക്ക് കിട്ടി പ്രോഫിറ്റ് ആയിട്ട്. ഈ സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,20,000 ആണ്. ഇതിൽ 2 അനൂസ് ക്യാപിറ്റൽ. അനൂസിന് എത്ര കിട്ടി? അനുവിന് 48 കിട്ടുള്ളൂ. 2 ബീനയ്ക്ക് എത്ര കിട്ടി? ബീനാസ് ക്യാപിറ്റൽ. ബീനയ്ക്ക് 32,000 കിട്ടിയിട്ടുള്ളൂ. ഇനി പുതിയ പാർട്ട്ണർ ദിനിക്ക് എത്ര കിട്ടി? ദിനിക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ എമൗണ്ട് ഉണ്ട്, അവർ കൊടുത്തേ പറ്റൂ. അതായത് ക്യാപിറ്റൽ. ഇത് ടാലി ആയി പോകും കണ്ട. 1,20,000 തന്നെ ഇവിടെ വരും. ഇവിടെ നമുക്ക് 1,20,000 തന്നെ വരും. ഇതിങ്ങനെ കാണിക്കണം. ഇത് ഈ എമൗണ്ട് ഇവിടെ മിസ് എടുത്ത് എഴുതാൻ കാരണം നമ്മൾ വർക്കിംഗ് നോട്ടിൽ ഓൾറെഡി എമൗണ്ട് കാണിച്ച കാരണമാണ് കേട്ടോ. വർക്കിംഗ് നോട്ടിൽ ഓൾറെഡി കാണിച്ച കാരണമാണ് അങ്ങനെ എഴുതിയത്. കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഇതിൽ തന്നെ ഡെഫിഷ്യൻസി കുറച്ചതൊക്കെ കാണിക്കണം. അതിനേക്കാൾ നല്ലത് വർക്കിംഗ് നോട്ടിൽ കാണിച്ചിട്ട് ഡയറക്റ്റ് എമൗണ്ട് കൂടെ എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശിവ ഈസ് എ പാർട്ണർ ഇൻ എ കമ്പനി. ഹി വിഡ്രോ 40,000 എവറി മന്ത് റെഗുലർലി അറ്റ് മിഡിൽ, ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ഇയർ. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇതിൽ നമ്മൾ നമ്മുടെ എൻഡ് ഓഫ് ദി ഇയറിൽ എത്ര എമൗണ്ട് വരും അതൊക്കെ അറിയണം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആദ്യം നമുക്ക് ബിഗിനിങ്ങിലുള്ള പീരീഡ്, ബിഗിനിങ്ങിൽ, അതുപോലെ തന്നെ മിഡിലിൽ, എൻഡ് ഓഫ് ദി ഇയർ. ടോട്ടൽ എമൗണ്ട് കാണണം. 4,000 എവറി മന്ത്. അപ്പം എത്രയാണ്? 4,000 × 12 പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് 8% ആണ്. ഇൻറ്റു 8% ഇൻറ്റു ആവറേജ് പീരീഡ്. ബിഗിനിങ്ങിലുള്ള ആവറേജ് പീരീഡ്, മിഡിലിൽ, എൻഡിൽ. ബിഗിനിങ്ങിൽ 5.5, മിഡിലിൽ 6, എൻഡിൽ 6.5. അത് പഠിച്ച് വെക്കുക. 5.5/12 ചെയ്യുക. ഇവിടെയോ 4,000 × 12 × 8% ഇൻറ്റു 6/12. അതിവിടെ കിട്ടും. ഇനി എൻഡിലോ 4,000 × 12 × 8% ഇൻറ്റു 6.5/12. അതിവിടെയും കിട്ടും കേട്ടോ. ഇവിടെ 4,000 × 12 × 8% ഇൻറ്റു 5/5/12 1760 കിട്ടും. 1760. ഇനി അടുത്ത വിരുപ്പത്തിൽ ഓരോന്നും അറിയണം. അതായത് ആവറേജ് പീരീഡ് അറിയാതെ നമുക്കിത് കിട്ടില്ല. ആവറേജ് പീരീഡ് എന്തായാലും അറിയണം കേട്ടോ.
മിഡിൽ 4000 ഇൻറ്റു 12 ഇൻറ്റു 8% ഇൻറ്റു 6/12 4000 ഇൻറ്റു ഈ 12 നമ്മൾ മന്ത് കാണാണ് കേട്ടോ. അത് മന്താണ്, പെർ മന്ത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇൻറ്റു 12 ചെയ്തത് കേട്ടോ. ഇനി 4000 ഇൻറ്റു 12 ഇൻറ്റു 8% ഇൻറ്റു 6.5/2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 മാർക്കിന് വരാറുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 ഇയേഴ്സ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സൂപ്പർ പ്രോഫിറ്റ് പ്രകാരം നമ്മളോട് ഗുഡ് വില് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയണം. എന്തൊക്കെ ഇക്വേഷൻ അറിയണം? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നോർമൽ പ്രോഫിറ്റ് മൈനസ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് മൈനസ് ആണ്, ആവറേജ് മൈനസ് ചെയ്യുക. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം? നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടു വരാം. ഓരോന്നും കണ്ടു വരണം. ആവറേജ് പ്രോഫിറ്റ് ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 62,000 പ്ലസ് 58,000 പ്ലസ് 84,000 പ്ലസ് 78,000 പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 5. എന്നുവെച്ചാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും കേട്ടോ. 62,000 പ്ലസ് 58,000 പ്ലസ് 84,000 പ്ലസ് 78,000 പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 5. 72,400 ആയി. ഇനി നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നോർമൽ പ്രോഫിറ്റ് 5 lakh ഇൻറ്റു 12%. 5 lakh ഇൻറ്റു 12% 60,000 കിട്ടും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ 12,400 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഗുഡ് വില് കണ്ടുപിടിക്കാൻ 12,400 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇൻറ്റു 3 37,200. ഇതിൽ മിസ് ചെയ്തതിൽ വല്ല ഇക്വേഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്കോ സീറോസ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് പറയാം? നിങ്ങളൊന്നത് നോക്കി വയ്ക്കാം. ഇങ്ങനെയാണ് ഇത് വന്നത് കേട്ടോ. ഓക്കെ, ഇത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് 4 കണ്ടുപിടിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് പ്രിയ വിഡ്രോ 20,000 ക്വാർട്ടർലി ഇൻ എൻ ഇയർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇഫ് യു വിഡ്രോ അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ. അതായത് 20,000 റുപ്പീസ് ക്വാർട്ടർലി എന്ന് വെച്ചാൽ എന്താ? കൊല്ലത്തിൽ 4 വട്ടം 3 മാസം കൂടുമ്പോൾ പിൻവലിച്ചു 8% ഇൻട്രസ്റ്റിൽ. ഇനി എൻഡ് ഓഫ് ദി ഇയർ 7.5 ആണ് ആവറേജ് പീരീഡ്. കൊണ്ടോ ഇതിങ്ങനെ ചെയ്താൽ മതി. ഇതിൽ എൻ്റെ ബിഗിനിങ്ങിൽ 4.5 ആണെന്ന് തോന്നുന്നു മിസ്സിന്. അപ്പോൾ എല്ലാത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? നിങ്ങൾ ആവറേജ് പീരീഡ് പഠിച്ചു വയ്ക്കുക. ബിഗിനിങ്, ക്വാർട്ടർലി, എൻഡ് ഒക്കെ പഠിച്ചു വയ്ക്കുക. 4,000 റുപ്പീസാണ് വരിക കേട്ടോ. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിലിപ്പോൾ ഈ ഇൻറ്റു 4 ചെയ്തില്ലെങ്കിൽ ഈ ആൻസർ തെറ്റാണ്. സോ നിങ്ങൾ ഈ ഇൻറ്റു 4 ചെയ്യാനൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇൻറ്റു 4 ചെയ്യുക, ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ലോൺ അക്കൗണ്ടുകൾ. ഇതൊക്കെ നമുക്ക് 3 മാർക്ക്, 2 മാർക്ക്, 4 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ 30 മാർക്കിൻ്റെ തിയറി, ഒരു 30 മാർക്ക് നമുക്ക് കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. മിസ് പറഞ്ഞ ഡിഫറൻസ് പഠിക്കുക, തിയറീസ് പഠിക്കുക, ഈ പ്രോബ്ലംസ് പഠിക്കുക. ഒപ്പം 8 മാർക്കിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, ജേർണൽ എൻട്രീസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ദെൻ CA കുട്ടികൾക്കുള്ളതും AFS കുട്ടികൾക്കുള്ള ഒരു തിയറീസും വരുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല കുഴപ്പമില്ലാത്തൊരു മാർക്ക്, അതായത് ചിലപ്പോൾ പാസ്സാവാന്ന് മാത്രമുള്ളതല്ല, മിസ് പാസ്സാവാ ഡബിൾ പാസ് ആവാന്ന് ഉദ്ദേശിച്ച് മാത്രമേ വീഡിയോ ചെയ്തത്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എല്ലാത്തിലും ഉള്ളത്. സോ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. എല്ലാവരും മാക്സിമം ട്രൈ യുവർ സെൽഫ്. ഞാൻ ആർക്കെങ്കിലും ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.